വെൽക്കം ടു പ്രബ് സ്കെയിൽ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് BFAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ BFAക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ചെയ്യുന്നത്. അതിനുവേണ്ടി മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള 10th പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റുകളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ പരിശോധിക്കാം. നോക്കിയേ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കിയേ, ഓപ്ഷൻസ് മാക്സിമം 2 അല്ലെ? ആൻസറിൽ നോക്കുമ്പോൾ 2 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ ഈ 4 2 എന്ത് ചെയ്യുക, മാക്സിമം ശരിയായിട്ട് വരിക. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവനയാണ്. ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പഴശ്ശി കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പഴശ്ശി കലാപങ്ങളുടെ കാരണങ്ങളിൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണത്തിൽ നമ്മൾ പറയുന്നതാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയുടെ കലാപത്തിന് കാരണമായിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും ഒന്നാം കലാപമാണ്. ഓക്കെ, പഴശ്ശിയുടെ ഒന്നാം കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അപ്പോ ഈ ആദ്യത്തെ പ്രസ്താവന റൈറ്റ് ആണ്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന റൈറ്റ് ആണ്. അപ്പൊ ഒന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് 1ഉം 3ഉം ഉണ്ട്, 1ഉം 4ഉം ഉണ്ട്. അപ്പോൾ 1ഉം 3ഉം 1ഉം 4ഉം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ വരുന്നില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കേണ്ട കാര്യമില്ല. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷുകാരുടെ പണമായിട്ടുള്ള നികുതി പിരിവ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്കറിയാം, ഇത് കുറിച്ച കലാപത്തിന്റെ കാരണമാണ്. കുറിച്ച കലാപത്തിന്റെ കാരണമാണ് ഇത്. ഈ പറഞ്ഞുള്ള ബ്രിട്ടീഷുകാരുടെ പണമായിട്ടുള്ള നികുതി പിരിവാണ് എന്ത് ചെയ്യുന്നത്, കുറിച്ച കലാപത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, 1912 കുറിച്ച കലാപത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാരുടെ പണമായിട്ടുള്ള നികുതി പിരിക്കാൻ ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് പരിശോധിച്ചാണ്. എന്നാൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാലോ. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ് ഇത്. ഈ പറഞ്ഞ പോലെ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. അപ്പൊ 1ഉം 3ഉമാണ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ 1ഉം 3ഉമാണ് എന്ത് ചെയ്തത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നോക്കിയാൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്. ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇടണമെന്ന് വെച്ചിട്ട് ഈ ചോദ്യകർത്താവ് ഇട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ്. നമുക്കറിയാം പഴശ്ശി കലാപം, കുറിച്യ കലാപം PSC പരീക്ഷകളിൽ ഫ്രീക്വൻലി നമ്മൾ കാണുന്ന ഒരു ചോദ്യഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് ഓർത്തിരിക്കണം. അതായത് ഏർലി റിവോൾട്ടിൽ, ഓക്കെ, കേരളത്തിൽ നടന്നിട്ടുള്ള ഏർലി റിവോൾട്ടിൽ എന്ന് നോക്കുമ്പോൾ പഴശ്ശി കലാപം, കുറിച്യ കലാപം, വെല്ലുത്തമ്പിയുടെ പോരാട്ടങ്ങൾ, പിന്നെ ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ് ലഹള തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത്, ഇല്ലാത്തതാണ് നോക്കേണ്ടത്, ബന്ധമില്ലതല്ല, ബന്ധം ഇല്ലാത്തത്. നോക്കിയേ, ഇവിടെയും 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ആൻസർ നോക്കിയേ, 2 വെച്ചേ ഉള്ളൂ അല്ലെ? 2 വെച്ചുള്ളൂ. അപ്പോൾ 2 മാക്സിമം എന്ത് ചെയ്യുക, പരസ്പരം ബന്ധമുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരാൻ വേണ്ടി ഉള്ളത്. നോക്കിയേ, മാവിലത്തോട് വേലുത്തമ്പി ദളവ. മാവിലത്തോട് വേലുത്തമ്പി ദളവ. മാവിലത്തോട് നമ്മൾ വേലുത്തമ്പി ദളവയായിട്ട് പഠിക്കുന്നുണ്ടോ? അല്ലേ? അല്ല അല്ലേ? മാവിലത്തോട് ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? പഴശ്ശി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ഇത് പരസ്പര ബന്ധം ഇല്ലാത്തതാണ്. കറക്റ്റ് ആണ്, ഇത് പരസ്പര ബന്ധം ഇല്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, മണ്ണടി പഴശ്ശി രാജ. മണ്ണടി പഴശ്ശി രാജ. മണ്ണടി പഴശ്ശി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് മണ്ണടി? അല്ല അല്ലേ? അത് വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട. ഈ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ 1ഉം 2ഉം ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റാ. അപ്പൊ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഏതാ? അത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, 2ഉം തെറ്റാണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ 3ഉം 4ലേക്കും
പോകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ടാവും. അതെന്താണ്, അങ്ങനെ പോകരുത്, ഓർത്തിരിക്കണം. എന്താണ്, പരസ്പര ബന്ധമില്ലാത്തതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ റോങ് എന്നാണോ അല്ലെങ്കിൽ യെസ് എന്നോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഇല്ലാതാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, താഴെ നോക്കിയേ അത് കിറ്റ് ഇന്ത്യ എന്നാണ്, കിഴിയിൽ പോകുമ്പോൾ ബന്ധപ്പെട്ടാണ്, കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആൻസറിലേക്ക് പോകും. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ബന്ധമില്ലാത്ത എന്താണ് പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അത് നമ്മൾ ആൻസറിൽ ഈ ചോദ്യത്തിൽ എവിടെയെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ഇൻഡോ അല്ലെങ്കിൽ ടിക്കോ എന്ത് ചെയ്താൽ മതി, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. കാരണം എന്താണ്, നിങ്ങൾ ചിന്ത നമ്മുടെ എന്താണ് സ്വാഭാവികമായിട്ടും ശരിയിലേക്കാണ് പോവുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റായ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായിട്ടുള്ള കാലഗണനാക്രമം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊറാഴ സമരം, കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം, പിന്നെ കുറിച്യ കലാപം. മൊറാഴ സംഭവം അല്ലെങ്കിൽ മൊറാഴ സമരം, കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം, കുറിച്യ കലാപം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. 1, 2, 4, 3 ആണോ, 2, 4, 3, 1 ആണോ, 4, 2, 1, 3 ആണോ, 3, 4, 1, 2 എന്നുള്ള ക്രമത്തിലാണോ വരിക? ഏതാണ് നമുക്കറിയാം അല്ലേ. ഇതിൽ കുണ്ടറ വിളംബരമാണ് ആദ്യം വരിക അല്ലേ. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം. അപ്പോൾ 2 ആണ് ആദ്യം വരിക. അപ്പോൾ 2 കുണ്ടറ വിളംബരമാണ് ആദ്യം എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ 2 എന്താണ് ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 2, 4, 3, 1 ഒരൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ട. മൊറാഴ സമരം 940 പൂക്കോട്ടൂർ കലാപം നമുക്കറിയാം എന്താണ്, മലബാർ കലാപത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ്, 912 കാലഘട്ടങ്ങളിലാണ്. കുറിച്യ കലാപം നമുക്കറിയാം എന്താണ്, 1812 കുറിച്യ കലാപം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 2, 4 എന്നിങ്ങനെയാണ് വരിക. 2, 4 പിന്നെ എന്താണ് പൂക്കോട്ടൂർ കലാപം, പിന്നെ മൊറാഴ സമരം 940 എന്നുള്ള ആ ഒരു ഓർഡറിലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുഴുവനും വർഷങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഏറെക്കുറെ കുണ്ടറ വിളംബരമാണ് ആദ്യം നടന്നിട്ടുള്ളത്. നമ്മൾ ഏർലി റിവോൾട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. കുണ്ടറ വിളംബരം, പിന്നീട് പഴശ്ശിയുടെ കലാപം, പിന്നീട് എന്ത് ചെയ്യുന്നു കുറിച്യ കലാപം. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോയിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പുള്ളത് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങലത്തെ കലാപം, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഏർലി റിവോൾട്ട്സ് ആ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറ്റ് ഡൗട്ടുകളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള കുണ്ടറ വിളംബരമാണ് ആദ്യം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ചോദ്യ പേപ്പറിൽ ഈ രീതിയിൽ കുണ്ടറ വിളംബരം ആ വർഷം ആ ഒരു ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, പഴശ്ശിയും കുണ്ടറയും കുണ്ടറ വിളംബരം നേരെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ജോഡി റോങ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കേരള ഹിസ്റ്ററിയിലെ ഏർലി റിപ്പോർട്ട്സും കാര്യങ്ങളും PSCയുടെ പരീക്ഷകളിൽ ഫ്രീക്വൻലി ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ 2 ചോദ്യങ്ങൾ അല്ലേ, ഒറ്റ ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവസാന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവർ ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവർ ശരിയായിരിക്കുന്ന ജോഡി നമ്മുടെ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതിൽ ശരിയായിട്ടുള്ള ജോഡിയാണ്. VT ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കുമാരഗുരുദേവൻ അരയ സമാജം, ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഈ 4 ആളുകൾ എന്ത് ചെയ്യണം, അതായത് പണ്ഡിറ്റ് കറുപ്പൻ, ചട്ടമ്പി സ്വാമികൾ, കുമാരഗുരുദേവൻ, VT ഭട്ടതിരിപ്പാട്, ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട അവർ പ്രധാനപ്പെട്ട ഏരിയ എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട സംഘടന എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പറഞ്ഞിട്ടുള്ള കുമാരഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വഗ്ബടാനന്ദമൊക്കെ ഈ വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വർഷം ചോദിച്ചിട്ടുള്ളത് ഏതാണ്, വഗ്ബടാനന്ദമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ റിനൈസൻസ് ലീഡേഴ്സിനെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൂടുതലും മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. അത്തരത്തിൽ ഫ്രീക്വൻലി ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ചിൽ അല്ലെ പ്രപ്സ്കെയിലിൻ്റെ VFA ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മികച്ച കോച്ചിങ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ആൻസറിലേക്ക് വരാം. VT ഭട്ടതിരിപ്പാടാണോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചിട്ടുള്ളത്? അല്ല. VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. ഓക്കെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ ഇതെന്താണ്, ഇത് തെറ്റാണ്. പിന്നെ കുമാരഗുരുദേവൻ, അതായത് പൊയ്കൽ യോഹന്നൻ, അദ്ദേഹം വരുന്നത് അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയായിട്ടാണ് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്. പിന്നെ നോക്കിയേ, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്, വേദാധികാര നിരൂപണം. അത് കറക്റ്റാ.
അപ്പോൾ ഇതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ സി ആണ്. ആൻസർ സി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ നമുക്ക് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ എന്താണ്? അരയ സമാജം സ്ഥാപിച്ചതിൽ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എന്താണ്? റോങ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവര് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? അത് ചട്ടമ്പി സ്വാമികളും വേദാധികാര നിരൂപണവുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? അതാണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്ത് നമ്മളെന്താണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ ഫാക്ട്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾ പലർക്കും ഇല്ല ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ കളിയൊക്കെ പോകും. പിന്നെ നിങ്ങൾ ചിന്ത എന്താണ്? ഇതൊക്കെ ഒന്ന് വായിച്ച് തീർക്കണമല്ലോ. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും 5 സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഈ 5 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് എപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട. നിങ്ങൾ ഈ ഒരു രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആൻസർ എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് അല്ലേ? ഒരുപാട് സമയം ചെലവഴിക്കുക. മറ്റുള്ളവർ ഒരുപാട് സമയത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എലിമിനേഷൻ മെത്തേഡ് വഴി എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസറിൽ എത്താൻ വേണ്ടി പറ്റും. ചിലർക്കുണ്ട് ആൻസർ കണ്ടു കഴിഞ്ഞാലും എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കണം. ചെയ്തത് തന്നെയാണോ കറക്റ്റായിട്ട് വരുന്നത് നോക്കി. അപ്പോൾ അത്തരത്തിൻ്റെ ഒരു ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു ആവശ്യമില്ല. എക്സാം ഹാളിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്തരത്തിലുള്ള ഈ സീരീസ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിനെങ്ങനെയാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് നമ്മുടെ കോച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മുടെ ബാച്ചിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.